KCL ഓപ്ഷൻ ഡേയിൽ രണ്ട് താരങ്ങൾ കേരളത്തിൻ്റെ നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങൾ ജലജ് ഭായ് വീണ്ടും കേരളത്തിലേക്ക് ക്രിക്കറ്റുമായി എത്തുകയാണ്. ജലജ് സക്സേന ഒപ്പം തന്നെ മുഹമ്മദ് അസറുദ്ദീൻ നമ്മുടെ പ്രിയപ്പെട്ട താരം. ജലജ് ഭായ് इस बार आलपी के साथ है, क्या क्या सोच रहे हैं, क्या क्या आपकी प्रतीक्षा क्या क्या है? I'm very excited to be back again. Kerala is home for me and I can't be more than happy. Like I'm very happy to be here again. Yeah. सेकंड सीजन आप देखा है, फर्स्ट सीजन भी सेकंड सीजन भी था, उसमें थर्ड सीजन में आने के टाइम क्या क्या डेवलपमेंट हो जाएगा? I mean ये मेरा पहला टाइम है ऑक्शन में, so I'm also very excited कि क्या होने वाला है and hopefully we'll make a great team and हो सकता है कि हम so I'm very excited. Yes. वो आपको केरला के सभी प्लेयर्स के बारे में आपको जानता है, वो ऑक्शन में वो रिफ्लेक्ट करेगा क्या? सभी के साथ खेला हूँ, मेरा बस चले मैं सभी को ले लूँ, बट यू नो इट्स अ डायनेमिक टीम स्पोर्ट एंड यू नो बहुत सारे डायनेमिक्स होते हैं, सो लेट्स सी क्या होता है. അപ്പോൾ എന്താണ് ഇപ്പം ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം കപ്പിത്താൻ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടാവുമല്ലോ, എല്ലാ ഒരുക്കങ്ങളും തയ്യാറായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്, പ്രിപ്പറേഷനൊക്കെ നേരത്തെ കഴിഞ്ഞതാണ്. അപ്പം ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. എന്തൊക്കെയാണ് ഇത്തവണ ഒരു പ്രതീക്ഷ വെക്കുന്നത്? അതായത് പുതിയ താരങ്ങളെയും അപ്പോൾ തന്നെ സീനിയർ ആയിട്ടുള്ള താരങ്ങളെ ഒരുപോലെ കൊണ്ടുപോകണം എന്നുള്ളൊരു സ്ട്രാറ്റജി ആയിരിക്കും, അതല്ല അതിനപ്പുറത്ത് ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില ടിസ്റ്റുകൾ ഉണ്ടാവുമോ? അല്ല, അതിൽ ഏറ്റവും വലിയ ട്വിസ്റ്റായിരുന്നു ജലജ് ഭായിൻ്റെ തിരിച്ചുവരവും നമുക്ക് റീ എൻട്രി നമുക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റിയതും. ഇപ്പോൾ 2 റിട്ടൻഷനാണുള്ളത്, അപ്പോൾ അതിൽ തന്നെ നല്ല ഹാപ്പിയാണ്. പിന്നെ ഓപ്ഷനാണ് എങ്ങനെയാണ് പോകുന്നതെന്ന് അറിയില്ല, പക്ഷേ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. കഴിഞ്ഞ തവണത്തെ ഒരു ചെറിയ നിരാശയുണ്ട്, അതങ്ങ് മാറ്റണം നമുക്കല്ലേ? കഴിഞ്ഞ 2 വർഷം നമ്മുടെ എക്സ്പെക്റ്റേഷൻ്റെ പകുതി പോലും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇത് നമ്മൾ അങ്ങനത്തെ ഒരു സ്പോർട്ടാണ്, നമുക്ക് ഗ്യാരണ്ടി ഒന്നുമില്ല, പക്ഷേ വിൽ ഗിവ് അവർ ബെസ്റ്റ്. കഴിഞ്ഞ തവണത്തെ മത്സരത്തിനിടയിൽ പാതി വെച്ച് മറ്റു മത്സരങ്ങൾക്ക് അസറിനൊക്കെ പോകേണ്ടി വന്നില്ലായിരുന്നു, അപ്പോൾ അതും അതിൻ്റെ കളിയുടെ ഒഴുക്കിനെ അങ്ങ് ബാധിച്ചിരുന്നു. അപ്പോൾ ഇത്തവണ സീസൺ ഫുള്ളായിട്ട് ഇവിടെ ഉണ്ടാവുമല്ലോ ടീമിനൊപ്പം തന്നെ? ഇതുവരെ അങ്ങനെയാണ്. പിന്നെ എന്താ പറയുക, ഷെഡ്യൂളുകളൊന്നും തൽക്കാലമൊന്നുമില്ല. തന്നെ 10 മാച്ചാണ് നമുക്ക് ആദ്യത്തെ റൗണ്ടിൽ, പിന്നെ സെമി ഫൈനൽ എന്നുള്ളതാണ്. അപ്പം പുള്ളി എല്ലാ മാച്ചസും കിട്ടുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ജലജ് ഭായ്.